സ്ലീവ മൂന്നാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിഷ്യർക്കു വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോകാൻ സമയമായെന്നറിഞ്ഞ യേശു തൻ്റെ ശിഷ്യർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം. പിതാവ് യേശുവിലും യേശു പിതാവിലും ഒന്നായിരിക്കുന്ന പോലെ ശിഷ്യരും യേശുവിൽ ഒന്നായിരിക്കണമെന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്. രണ്ടുപേർ ഒന്നായിരിക്കുന്നതിൻ്റെ പരിപൂർണതയാണ് പിതാവും പുത്രനും തമ്മിലുള്ള ഈ ബന്ധം. രണ്ട് സ്വത്വങ്ങൾ ഒന്നായിരിക്കുന്നതിൻ്റെ മാതൃക. ആ ഐക്യത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സൃഷ്ടി, പ്രത്യേകിച്ച് മനുഷ്യൻ. രണ്ടുപേർ ഒന്നിച്ചു കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടാകുമെന്ന് യേശു പറയുമ്പോൾ ഈ ദൈവൈക്യ സ്വഭാവത്തിലേക്കുള്ള വിളിയാണത്. അങ്ങയിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും എന്ന വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഈ അനുഭവമാണ് ഏറ്റുപറയുന്നത്. യേശുവിനോടുള്ള സ്നേഹവുമായി തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലുള്ള സകലതും ചപ്പും ചവറും ഉച്ഛിഷ്ടവുമായി പരിഗണിക്കുന്നു എന്നാണല്ലോ പൗലോസ്ലീഹ പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യ മനസ്സിനെ മഥിക്കുന്ന ശൂന്യത എല്ലാ മനുഷ്യരിലുമുണ്ട്. ദൈവത്തിന് മാത്രമേ ഈ ശൂന്യത നികത്താനാവൂ. ദൈവൈക്യം പ്രാപിച്ച വ്യക്തിയാകട്ടെ സുഖത്തിലും ദുഃഖത്തിലും വിജയത്തിലും പരാജയത്തിലും അനുമോദനത്തിലും അവഹേളനത്തിലുമൊക്കെ സ്ഥിതപ്രജ്ഞനായിരിക്കും. എല്ലാറ്റിലും ദൈവഹിതം കണ്ടെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷി ജീവിതം നയിക്കും. യേശു തന്നെയാണ് ഇതിന് നമ്മുടെ മുൻപിലുള്ള മാതൃക.